ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവ തിരുനാമത്തിന് സ്തുതി. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം. ആദ്യം വായനയാണ്. യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന. പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അടുത്തു. 2 പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. 12 പേരിൽ ഒരുവനും സ്കറിയാത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. 4 അവൻ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചു. 5 അവർ സന്തോഷിച്ച് അവനെ പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. 6 അവൻ അവർക്ക് വാക്കുകൊടുത്തു. ജനക്കൂട്ടമില്ലാത്തപ്പോൾ അവനെ ഒറ്റിക്കൊടുക്കാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. 1-ാമത്തെ സബ് ഹെഡിങ്: ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു. 7 പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു ചേർന്നു. 8 യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. 9 അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? 10 അവൻ പറഞ്ഞു, ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. 11 ആ വീടിൻ്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? 12 സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. 13 അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കുകയും ചെയ്തു. 2-ാമത്തെ സബ് ഹെഡിങ്: പുതിയ ഉടമ്പടി. 14 സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പോസ്തലന്മാരും. 15 അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിനെ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. 16 ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കയില്ല. 17 അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. 18 ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. 19 പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. 20 അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. 21 എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട്, നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. 22 എന്നാൽ അവനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. 23 തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. 3-ാമത്തെ സബ് ഹെഡിങ്: ആരാണ് വലിയവൻ? 24 തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. 25 അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു, തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ
അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. 26 എന്നാൽ നിങ്ങൾ അങ്ങനെയായിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. 27 ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. 28 എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. 29 എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ച് തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. 30 അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയത്രേ. 5-ാമത്തെ സബ് ഹെഡിങ് പത്രോസ് ഗുരുവിനെ നിഷേധിക്കും. 31 ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. 32 എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. 33 ശിമയോൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. 34 അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. 6-ാമത്തെ സബ് ഹെഡിങ് പണവും വാളും കരുതുക. 35 അനന്തരം അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരിപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു, ഒന്നിനും കുറവുണ്ടായില്ല. 36 അവൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ. അതുപോലെ തന്നെ ഭാണ്ഡവും വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. 37 ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിയമലംഘകരോട് കൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവർത്തിയാകേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്. 38 അവർ പറഞ്ഞു, കർത്താവേ, ഇതാ ഇവിടെ 2 വാളുണ്ട്. അവൻ പറഞ്ഞ് മതി. 6-ാമത്തെ സബ് ഹെഡിങ് ഗെത്സെമനിയിൽ പ്രാർത്ഥിക്കുന്നു. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. 40 അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. 41 അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിമേൽ വീണ് പ്രാർത്ഥിച്ചു. 42 പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. 43 അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. 44 അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. 45 അവൻ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു. 46 അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. 7-ാമത്തെ സബ് ഹെഡിങ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. 47 അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് അവരുടെ മുമ്പിൽ നടന്നിരുന്നത്. യേശുവിനെ ചുംബിക്കാൻ അവൻ മുമ്പോട്ട് വന്നു. 48 യേശു അവനോട് ചോദിച്ചു, യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? 49 എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ, കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചു. 50 അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവൻ്റെ വലത്ത് ചെവി ഛേദിച്ചു. 51 അത് കണ്ട് യേശു പറഞ്ഞു, നിർത്തൂ. അനന്തരം യേശു അവൻ്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. 52 അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? 53 ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും.
എട്ടാമത്തെ സബ് ഹെഡിങ് പത്രോസ് തള്ളി പറയുന്നു. 54 അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. 55 അവർ നടുമുറ്റത്ത് തീക്കൂട്ടി അതിന് ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോട് കൂടെ ഇരുന്നു. 58 അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവരോട് കൂടെ ഉണ്ടായിരുന്നു. 57 എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. 58 അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. 59 ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനെയും അവനോട് കൂടെ ഉണ്ടായിരുന്നു, ഇവനും ഗലീലക്കാരനാണല്ലോ. 60 പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴിക്കൂവി. 61 കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. 62 അവൻ പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു. 8ാമത്തെ സബ് ഹെഡിങ് യേശുവിനെ പരിഹസിക്കുന്നു. യേശുവിനെ കാവൽ നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. 64 അവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട്, നിന്നടിച്ചവൻ ആരെന്ന് പ്രവചിക്കുകയെന്ന് പറഞ്ഞു. 65 അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു. 10ാമത്തെ സബ് ഹെഡിങ് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ. 66 പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചു. അവർ അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, 67 നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. അവൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. 68 ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. 69 ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്ത് ഇരിക്കും. 70 അവരെല്ലാവരും കൂടെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? അവൻ പറഞ്ഞു, നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന്. 71 അവർ പറഞ്ഞു, ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? അവൻ്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ടുകഴിഞ്ഞു. ഇനി ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1, 22-ാം അധ്യായം 1-ാം വാക്യപ്രകാരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിനെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം പെസഹ. 2, 22-ാം അധ്യായം 2-ാം വാക്യപ്രകാരം യേശുവിനെ വധിക്കാൻ അന്വേഷിച്ചത് ആരെല്ലാം? ഉത്തരം പുരോഹിതന്മാരും നിയമജ്ഞരും. 3, പുരോഹിതന്മാരും നിയമജ്ഞരും ആരെയാണ് ഭയപ്പെട്ടത്? ഉത്തരം ജനങ്ങളെ. 4, ആരിലാണ് സാത്താൻ പ്രവേശിച്ചുവെന്ന് 3-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം യൂദാസിൽ. 5, യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത് ആരോടാണ്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും ന്യായാധിപന്മാരോടും. 6, പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും എന്താണ് വാഗ്ദാനം ചെയ്തത്? ഉത്തരം പണം കൊടുക്കാമെന്ന്. 7, എപ്പോഴാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം പാർത്തുകൊണ്ടിരുന്നത്? ഉത്തരം ജനക്കൂട്ടമില്ലാത്തപ്പോൾ. 8, 7-ാം വാക്യപ്രകാരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനത്തിൽ എന്താണ് ചെയ്യുന്നത്? ഉത്തരം പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കുന്നു. 9, യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഉത്തരം പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ എന്ന്. 10, യേശുവിനോട് പത്രോസും യോഹന്നാനും എന്താണ് 9-ാം വാക്യപ്രകാരം ചോദിച്ചത്? ഉത്തരം ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്ന്. 11, വീടിൻ്റെ ഉടമസ്ഥൻ എന്ത് കാണിച്ചു തരുമെന്നാണ് 12-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി. 12, പെസഹ എവിടെ ഒരുക്കുവാനാണ് പറയുന്നത്? ഉത്തരം സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറിയിൽ. 13, എപ്പോഴാണ് യേശു ഭക്ഷണത്തിനിരുന്നുവെന്ന് പറയുന്നത്? ഉത്തരം സമയമായപ്പോൾ. 14, യേശു 15-ാം വാക്യപ്രകാരം എന്താണ് ആഗ്രഹിച്ചുവെന്ന് പറയുന്നത്? ഉത്തരം പെസഹ ഭക്ഷിക്കുന്നതിന്. 15, യേശുവിനോടൊപ്പം ആരെല്ലാം ഭക്ഷണത്തിനിരുന്നു? ഉത്തരം അപ്പോസ്തലന്മാർ. 16, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് യേശു എന്ത് ചെയ്യാനാണ് ആഗ്രഹിച്ചത്? ഉത്തരം അപ്പോസ്തലന്മാരോടും കൂടെ പെസഹ ഭക്ഷിക്കാൻ. 17, യേശു എന്നുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന്
പാനം ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത്. ഉത്തരം ദൈവരാജ്യം വരുന്നതുവരെ. 18 യേശു എന്നുവരെ പെസഹ ഭക്ഷിക്കയില്ല എന്നാണ് അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. ഉത്തരം ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ. 19 യേശു പാനപാത്രമെടുത്ത് എന്താണ് ചെയ്തത്? ഉത്തരം കൃതജ്ഞതാസ്തോത്രം ചെയ്തു. 20 പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തതിന് ശേഷം എന്താണ് പറഞ്ഞത്? ഉത്തരം ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ എന്ന്. 21 യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് ഡാഷ് 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 അരുളി ചെയ്തു. 19 വാക്യപ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട്. 22 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പുതിയ ഉടമ്പടി വാക്യങ്ങൾ ഏവ? ഉത്തരം 22 അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 23 എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എവിടെയുണ്ട് എന്നാണ് യേശു പറയുന്നത്. ഉത്തരം എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ടെന്ന്. 24 ആർക്ക് ദുരിതമെന്നാണ് 22 വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം യേശുവിനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന്. 25 ശിഷ്യന്മാർ പരസ്പരം എന്താണ് ചോദിച്ചത്? ഉത്തരം തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന്. 26 ശിഷ്യന്മാരുടെയിൽ ഉണ്ടായ തർക്കമെന്ത്? ഉത്തരം തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന തർക്കം. 27 ആരുടെ മേലാണ് അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നത്? ഉത്തരം വിജാതിയരുടെ മേൽ. 28 തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ എന്തായി കണക്കാക്കുന്നു? ഉത്തരം അവർ ഉപകാരികളായി. 29 നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത്? ഉത്തരം നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറുവനെ പോലെ ആയിരിക്കണമെന്ന്. 30 യേശു ആരെ പോലെയാണെന്നാണ് 27 വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം പരിചരിക്കുന്നവനെ പോലെയാണെന്ന്. 31 എൻ്റെ ഡാഷിൽ എന്നോട് കൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ പൂരിപ്പിക്കുക. ഉത്തരം പരീക്ഷകളിൽ. 32 പിതാവ് ആർക്കാണ് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത്? ഉത്തരം പുത്രന്. 33 നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഡാഷ് ഇരുന്ന് ഇസ്രായേലിലെ ഡാഷിനെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയത്രേ. ഉത്തരം സിംഹാസനങ്ങളിൽ ഇരുന്ന് 12 ഗോത്രങ്ങളെ. 34 ശിമയോൻ ഇതാ ഡാഷ് നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ഉത്തരം സാത്താൻ. 35 യേശു ശിമയോനോട് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചുവെന്നാണ് പറയുന്നത്? ഉത്തരം നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ. 36 ശിമയോൻ തിരിച്ചു വന്ന് ആരെ ശക്തിപ്പെടുത്തണമെന്നാണ് പറയുന്നത്? ഉത്തരം സഹോദരരെ. 37 ശിമയോൻ എന്തിനെല്ലാം തയ്യാറാണെന്നാണ് പറഞ്ഞത്? ഉത്തരം കർത്താവിൻ്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും തയ്യാറാണെന്ന്. 38 യേശു പത്രോസിനോട് 34 വാക്യപ്രകാരം എന്താണ് പറഞ്ഞത്? ഉത്തരം നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂകിയില്ല. 39 എന്തൊക്കെയില്ലാതെയാണ് അപ്പോസ്തലന്മാരെ അയച്ചത്? ഉത്തരം മടിശീല, ഭാണ്ഡം, ചെരുപ്പ്. 40 വാളില്ലാത്തവൻ എന്ത് വിറ്റിട്ട് വാങ്ങണമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം സ്വന്തം കുപ്പായം വിറ്റിട്ട്. 41 37 വാക്യപ്രകാരം എന്തെഴുതപ്പെട്ടിരിക്കുന്നത് നിവർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം നിയമലംഘകരോട് കൂടെ എണ്ണപ്പെട്ട് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. 42 യേശു 39 വാക്യപ്രകാരം പെസഹ ഭക്ഷിച്ചതിന് ശേഷം എവിടേക്കാണ് പോയത്? ഉത്തരം ഒലിവുമലയിലേക്ക്. 43 39 വാക്യപ്രകാരം യേശുവിനെ പിന്തുടർന്നത് ആർ? ഉത്തരം ശിഷ്യന്മാർ. 44 യേശു ശിഷ്യരോട് എന്തിനായി പ്രാർത്ഥിക്കുവാനാണ് പറഞ്ഞത്? ഉത്തരം പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ. 45 ഗത്സമനിയിൽ എത്തിയ യേശു ശിഷ്യന്മാരിൽ നിന്ന് എത്ര ദൂരം അകലെയാണ് ഇരുന്ന് പ്രാർത്ഥിച്ചത്? ഉത്തരം ഒരു കല്ലേറ് ദൂരം. 46 ഗത്സമനിൽ യേശു എന്താണ് പ്രാർത്ഥിച്ചത്? ഉത്തരം പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. 47 സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് എന്തിനാണ്? ഉത്തരം യേശുവിനെ ശക്തിപ്പെടുത്താൻ. 48 തീവ്രവേദനയിൽ മുഴുകിയ യേശു പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. 49 യേശു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് അവിടെ വന്നത്? ഉത്തരം ജനക്കൂട്ടം. 50 ഗത്സമനിയിലെ പ്രാർത്ഥന ശേഷം ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നടന്നതാര്? ഉത്തരം യൂദാസ്. 51 യേശു യൂദാസിനോട് എന്താണ് ചോദിച്ചത്? ഉത്തരം
ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? 52 യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ യേശുവിൻ്റെ കൂടെയുണ്ടായിരുന്നവർ യേശുവിനോട് ചോദിച്ചതെന്ത്? ഉത്തരം, കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ? 53 അവരിലൊരുവൻ പ്രധാന പുരോഹിതന്റെ സേവകൻ എന്താണ് ചെയ്തത്? ഉത്തരം, പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലത്ത് ചെവി ഛേദിച്ചു. 54 സേവകന്റെ വലത്ത് ചെവി ഛേദിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം, യേശു അവന്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. 55 യേശുവിനെതിരായി വന്നവർ ആരെല്ലാം? പുരോഹിത പ്രമുഖന്മാർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ. 56 യേശു തനിക്കെതിരെ വന്ന പുരോഹിത പ്രമുഖന്മാരോടും സേനാധിപന്മാരോടും ജനപ്രമാണികളോടും എന്താണ് പറഞ്ഞത്? ഉത്തരം, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നും. 57 ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ഡേഷവും പൂരിപ്പിക്കുക. 58 54 വാക്യപ്രകാരം യേശുവിനെ പിടിച്ച് എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം, പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക്. 59 ആരാണ് യേശുവിനെ അനുഗമിച്ചിരുന്നുവെന്ന് പറയുന്നത്? ഉത്തരം, പത്രോസ്. 60 നടുമുറ്റത്ത് തീക്കുട്ടി ഇരുന്നപ്പോൾ ആരാണ് അവരോട് കൂടെ ഇരുന്നത്? ഉത്തരം, പത്രോസ്. 61 പത്രോസ് തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ആരാണ് അവനെ സൂക്ഷിച്ച് നോക്കിയത്? ഉത്തരം, ഒരു പരിചാരിക. 62 പരിചാരിക എന്താണ് പറഞ്ഞത്? ഉത്തരം, ഇവനും അവനോട് കൂടെ ആയിരുന്നുവെന്ന്. 63 പത്രോസ് നിഷേധിച്ച് എന്താണ് പറഞ്ഞത്? ഉത്തരം, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന്. വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് എന്താണ് പറഞ്ഞത്? ഉത്തരം, നീയും അവരിൽ ഒരുവനാണ് എന്ന്. 65 നീയും അവരിൽ ഒരുവനാണെന്ന് വേറൊരാൾ പറഞ്ഞപ്പോൾ പത്രോസ് എന്താണ് പറഞ്ഞത്? ഉത്തരം, മനുഷ്യ, ഞാനല്ല എന്ന്. 66 വേറൊരാൾ ഈ മനുഷ്യനും അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് പറഞ്ഞത്? ഉത്തരം, ഇവനും ഗലീലിയക്കാരനാണല്ലോ എന്ന്. 67 ഇവനും ഗലീലിയക്കാരനാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് എന്താണ് പറഞ്ഞത്? ഉത്തരം, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന്. 68 മനുഷ്യ, നീ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത്? ഉത്തരം, കോഴിക്കൂവി. 69 പത്രോസ് 61 വാക്യപ്രകാരം എന്താണ് ഓർമ്മിച്ചത്? ഉത്തരം, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം. 70 കർത്താവ് പറഞ്ഞ വചനം പത്രോസ് ഓർമ്മിച്ചപ്പോൾ എന്താണ് ചെയ്തത്? ഉത്തരം, അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. 71 യേശുവിനെ കാവൽ നിന്നിരുന്നവർ യേശുവിനെ എന്ത് ചെയ്തു? ഉത്തരം, അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. 72 യേശുവിനെ കാവൽ നിന്നിരുന്നവർ എന്താണ് പറഞ്ഞത്? ഉത്തരം, നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന്. 73 യേശുവിനെ കാവൽ നിന്നിരുന്നവർ നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് പറഞ്ഞത്? ഉത്തരം, അവൻ്റെ കണ്ണുകൾ മൂടി. 74 അവർ അവന് അവനെതിരായി പലതും പറഞ്ഞു പൂരിപ്പിക്കുക. ഉത്തരം, അധിക്ഷേപിച്ചു. 75 പ്രധാന പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞന്മാരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചത് എപ്പോൾ? ഉത്തരം, പ്രഭാതമായപ്പോൾ. 76 പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും എവിടേക്കാണ് കൊണ്ടുവന്നത്? ഉത്തരം, തങ്ങളുടെ സംഘത്തിലേക്ക്. 77 തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും എന്താണ് പറഞ്ഞത്? ഉത്തരം, നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുകയെന്ന്. 78 യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല എന്ന്. 79 69 വാക്യപ്രകാരം ഇപ്പോൾ മുതൽ ദൈവശക്തിയുടെ വലതുവശത്ത് ഇരിക്കും പൂരിപ്പിക്കുക. ഉത്തരം, മനുഷ്യപുത്രൻ. 80
പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം എന്താണ് ചോദിച്ചത്? ഉത്തരം: അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ എന്ന്. 81. ദൈവശക്തിയുടെ വലതുവശത്ത് ഇരിക്കുന്നത് ആർ? ഉത്തരം: മനുഷ്യപുത്രൻ. 82. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്ത് ഇരിക്കും. ഇതിന് സമാനമുള്ള പഴയ നിയമഭാഗം ഏത്? ഉത്തരം: സങ്കീർത്തനം 110:1. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.